2019 അമേഠിയിൽ തോറ്റ് അതിനുശേഷമാണ് വയനാട്ടിൽ സീറ്റ് നിലനിർത്തുന്നത്. അപ്പോൾ ഈ നേരത്തെ 3 തവണ മത്സരിച്ച അമേഠിയിൽ ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി BJPയിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതിന് പകരം പിന്നെയും സേഫായ ഒരു റായ്ബറേലി തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ രാഹുലിന് ഈ BJPയോടുള്ള ഫൈറ്റിൽ പോലും ഒരു ആത്മാർത്ഥത കാണിക്കാൻ വേണ്ടി അല്ല, അതൊന്നും പറയാൻ ഞാൻ പറഞ്ഞല്ലോ. CPIയുടെ സ്ഥാനാർത്ഥികളെ കുറിച്ച് ഞാൻ CPIയുടെ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു വയനാട് മണ്ഡലത്തിൽ. ആ CPIയുടെ നിലപാടിനെ കുറിച്ച് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. ഈ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയുമാണ്. അവരല്ലേ പറയേണ്ടത്. അവർക്കെന്താ ഭയമുണ്ടോ അമേഠിയിൽ മത്സരിക്കുന്നതിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് അതിൽ പരാജയ ഭീതിയുണ്ടോ എന്നൊക്കെ അവരാണ് പറയേണ്ടത്. ഞാൻ എങ്ങനെ അത് അസസ് ചെയ്ത് പറയുക? ഞാൻ CPIയുടെയും ഇടതുപക്ഷത്തിൻ്റെയും സ്ഥാനാർത്ഥിയാണ്. എനിക്ക് ഈ ഇടതുപക്ഷത്തിൻ്റെയും CPIയുടെയും നിലപാടുകളാണ് പറയാൻ സാധിക്കുക. ഈ ഇത്തരം ഒരു നിലപാട് വയനാട്ടിൽ നേരത്തെ തുറന്നു കാട്ടാൻ ശ്രമിച്ചിരുന്നു, ഇവിടുന്ന് പോകുന്നുള്ള ഒരു കാര്യം? അല്ല, അങ്ങനെ ഒരു തീരുമാനമായി വന്നില്ലല്ലോ. വരാത്തൊരു തീരുമാനം നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ഇതേയും CPIയുടെയും നിലപാട് ഇങ്ങനെ എന്തെങ്കിലും അഭ്യൂഹങ്ങൾ കേട്ടുകൊണ്ട് അതിനോട് പ്രതികരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമല്ല ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു. ഈ രാജ്യത്ത് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയം, അതിനെ പരാജയപ്പെടുത്തേണ്ട ആവശ്യകത, അതോടൊപ്പം തന്നെ ആ മണ്ഡലത്തിലെ വികസന വിഷയങ്ങൾ, അത് കഴിഞ്ഞ 10-15 വർഷമായി അവഗണിക്കപ്പെട്ട് കിടക്കുന്നതിൻ്റെ വിഷയം, ഇതൊക്കെയാണ് ഞങ്ങൾ അത്തരത്തിലൊരു രാഷ്ട്രീയ പ്രചാരണം ഊന്നിക്കൊണ്ടാണ് അവിടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയത്. അതിൽ ഒരു അഭ്യൂഹത്തിൻ്റെ മേലെ കത്തിക്കയറിക്കൊണ്ടോ അല്ലെങ്കിൽ അതിനെ പിടിച്ചുകൊണ്ടോ അല്ല. അത്രയും പാപ്പരത്വം ഇടതുപക്ഷത്തിനില്ല. വിഷയങ്ങൾക്ക് ദാരിദ്ര്യവുമില്ല. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാടുമല്ല ഇടതുപക്ഷത്തിൻ്റേത്. അവസാന നിമിഷം വരെ ഒളിച്ചു വെച്ചുകൊണ്ട് വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ആ ജനത്തോട് ചെയ്യുന്ന നീതികേടാണ്, അവിടുത്തെ വോട്ടർമാരോട് ചെയ്യുന്ന നീതികേടാണ്. അത് നിങ്ങൾ വഞ്ചനയെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് അങ്ങനെ പറയാം. ഞാൻ പറയുന്നു, ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയുന്നു, അത് ആ മണ്ഡലത്തിലെ വോട്ടർമാരോടും അതോടൊപ്പം തന്നെ അവിടെ മത്സരിക്കുന്ന മറ്റുള്ള സ്ഥാനാർത്ഥികളോടും ചെയ്യുന്ന ഒരു നീതികേടാണ്. അപ്പോൾ അങ്ങനൊരു വിവരം നമ്മൾ ഇവർ നേരത്തെ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങളും അതിനനുസരിച്ചുള്ള ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരുപക്ഷെ മാറ്റം വരുത്തിയേക്കാം. അല്ലെങ്കിൽ ആ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഞങ്ങൾ അങ്ങനൊരു തീരുമാനം വന്നിരുന്നാൽ, അത് അറിയിച്ചിരുന്നാൽ അതിനനുസരിച്ച് ജനങ്ങൾ അവർ വോട്ട് ചെയ്യുന്ന ഇതിനെയൊക്കെ സ്വാധീനിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ ഉണ്ടാകും, വിജയിക്കും. വോട്ട് ചെയ്യുന്ന ഓരോരുത്തരും, ഓരോ വോട്ടർമാരും അവർ വോട്ട് ചെയ്യുന്ന സ്ഥാനാർത്ഥി വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി പരാജയപ്പെടും എന്നുള്ളത് കൊണ്ടല്ല വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള, കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി UDFന് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള ആ ജനങ്ങളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒന്ന് തുറന്നു പറയാമായിരുന്നു. ഇതെങ്ങനൊരു ആലോചന ഉണ്ട് എന്നെങ്കിലും അവിടുത്തെ ജനങ്ങളോട്, അവിടുത്തെ വോട്ടർമാരോട് പറയണമായിരുന്നു. അതാണ് ഒരു രാഷ്ട്രീയ ധാർമ്മികത. BJPക്കെതിരെ ഉത്തരേന്ത്യയിൽ പോരാട്ടം ശക്തമാക്കുകയാണ് എങ്കിൽ അത് അമേഠിയിൽ നിന്ന് മത്സരിക്കേണ്ടതായിരുന്നില്ലേ രാഹുൽ ഗാന്ധി? അത് ആ പാർട്ടി തീരുമാനിക്കേണ്ട. എവിടെ നിന്ന് മത്സരിച്ചാലും മിക്കവാറും BJP മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളും ശക്തമായ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിക്കൊണ്ട് BJPയുടെയും NDAയും സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുന്നത്. ഏതെങ്കിലും ഒരു മണ്ഡലം ജയിച്ചതുകൊണ്ട്, 1-2 മണ്ഡലങ്ങൾ ജയിച്ചതുകൊണ്ട് ഈ ഫാസിസത്തെ പരാജയപ്പെടുത്താനാവില്ല. അതിൽ മജോറിറ്റി സീറ്റുകളിൽ വിജയിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഇന്ത്യ മുന്നണി പ്രവർത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പാളിച്ചകൾ പറ്റുന്നു എന്നതൊഴിച്ചാൽ മറ്റെല്ലായിടങ്ങളിലും പിന്നെ ഒന്ന് നോക്കിയാൽ അതിനെ അനലൈസ് ചെയ്യേണ്ടതാണ്. എത്ര ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി അലയൻസിലുണ്ട്, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്, എത്ര സീറ്റുകൾ അങ്ങനെയുണ്ടെന്നൊക്കെ അതൊക്കെ പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. അല്ല, അതിൽ അത്തരം വിഷയങ്ങളിൽ ഞാൻ മറുപടി പറയാൻ തയ്യാറല്ല.